രാഗങ്ങളും ഞെട്ടിപ്പിക്കും സ്വരങ്ങളും ആനക്കൊമ്പും ചന്ദനവും കൺമതവും പൂണ്ടേനും ഇഷ്ടം. 4.5 പതിറ്റാണ്ട് കാലം 3 തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഒരു അംഗനവാടി ടീച്ചർ ഇപ്പോഴും കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും അവർക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന കുന്നുംപ്രം അംഗനവാടിയിലെ EK സാവിത്രി ടീച്ചറാണ്. ഇവിടെ നിന്ന് പടിയിറങ്ങാൻ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചറെ 3 തലമുറകൾക്ക് ഈ ഒരു അക്ഷര വെളിച്ചം പകർന്നു. ഇപ്പോൾ 3ാമത്തെ തലമുറയാണ്. അപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ കുരുത്തക്കേടായിരിക്കും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ടീച്ചർ ഒരു അമ്മയായി മാറുകയാണ് അല്ലെ കുട്ടികൾക്ക്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് ടീച്ചർക്ക് തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമില്ല, ഒരു ഇഷ്ടപ്പെട്ട ഒരു തൊഴിലായിരുന്നു ഇത്. അപ്പോൾ ഞാൻ 16 കഴിഞ്ഞ് 17-ാം വയസ്സിൽ തന്നെ ഈ ജോലിയിൽ വന്നു. നഴ്സറി ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടികളെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രവേശിച്ചത്. പിന്നെ നമ്മൾ ബാലവാടിയായിരുന്നു ആദ്യം. ബാലവാടി 14 വർഷം ബാലവാടി ടീച്ചറായിട്ടും പിന്നെ ബാലവാടി പിന്നെ അത് അംഗൻവാടിയായി. അപ്പോൾ ആ അംഗൻവാടിയിലത്തെ ടീച്ചറായിട്ട് 32 വർഷമായി. അങ്ങനെ 46 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. കുഞ്ഞുങ്ങളെടുക്കുന്ന പോകാൻ നല്ല വിഷമമുണ്ട്. പക്ഷേ നമ്മൾ ആ കാലത്തിൻ്റെ ആ മാറ്റം, പ്രായം, നമ്മളതങ്ങ് പോകണമല്ലോ. അപ്പോൾ അതിൽ വിഷമമുണ്ട്. പക്ഷേ ജോലി നല്ല സംതൃപ്തിയാണ്. ഇത്ര നാളും എടുത്ത ഭയങ്കര സംതൃപ്തിയാണ്. ഒരുപാട് 3 തലമുറ. 3ാമത്തെ തലമുറയാണ് സിദ്ധു മോള്. അപ്പോൾ ബീനയ, സിദ്ധിയാണ്. അങ്ങനെ 3ാമത്തെ കുട്ടിയാണ് ഈ കുട്ടി. ആ തലമുറ 3 പഠിപ്പിച്ചു. ഇത്രയും വർഷക്കാലം ഒരു അംഗൻവാടിയിൽ തന്നെ ജോലി ചെയ്യുക വളരെ അപൂർവമാണ്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇത്രയും വർഷം ഇതാക്കൂ. ഇപ്പോൾ 3 തലമുറയെ പഠിപ്പിച്ചെന്നും പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഒരുപാട് കുരുത്തക്കേടൊക്കെയുള്ള കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ ഈ കുട്ടികളോടുള്ള ആ ഒപ്പമുള്ള ആ സമയം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അത് വളരെ സന്തോഷമാണ്. അത് നമുക്ക് കുരുത്തക്കേടില്ലാഞ്ഞാൽ പിന്നെ കുട്ടികളല്ലല്ലോ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അവരെ കുരുത്തക്കേട് കാണാനും അവരെ ലാളിക്കാനും ഇങ്ങോട്ടെല്ലാ സ്നേഹവും നല്ലൊരു സന്തോഷമില്ല. ഞാൻ 46 വർഷം പോയത് അറിഞ്ഞതേ ഇല്ല. അത്ര ഞാനിപ്പോൾ ഒരു കുട്ടിയാണ്. 62 വയസ്സായി. എനിക്ക് അംഗനവാടിയിൽ നിന്ന് വിരമിക്കണമെങ്കിലും ഞാൻ കുട്ടിയായിട്ടുണ്ട്. അത്ര എനിക്ക് പക്വതയുള്ള ഒരു അമ്മയാവാനും ഒരു അമ്മൂമ്മയാവാനും പറ്റിയില്ല. ഞാൻ ചെറിയ എന്നുവെച്ചാൽ 17 പ്രായപൂർത്തിയാവുന്നതിനെക്കാട്ടി മുമ്പേ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അതെനിക്ക് അതേ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം ഇപ്പോഴും ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിഷമേ ഉണ്ടാവില്ല. നല്ല സന്തോഷം. ഒരു രോഗം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. നല്ലൊരു സന്തോഷം. വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഹാപ്പി. നല്ല എൻ്റെ സഹപ്രവർത്തകർ നല്ലതാണ്. ഇപ്പം സരിതയാണ്. അതിനു മുമ്പേ നിഷയായിരുന്നു. അതിനു മുമ്പേ യശോദേച്ചി 32 വർഷം. അവന് ബാലവാടിയിൽ കൺവീനറായിരുന്നു. അപ്പോൾ അതും വിമല, എല്ലാവരും നല്ല നാട്ടുകാർ. അത് ഏറ്റവും പ്രധാനം. സമ്പത്തിനെക്കാട്ടിയും നല്ലൊരു സമ്പാദ്യമാണ് ഈ സമ്പാദ്യം. ആ സമ്പാദ്യത്തിൽ ഞാൻ നല്ല സന്തോഷവതിയാണ് 100%. എന്തായാലും കുട്ടികളൊക്കെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ടീച്ചറെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടാ? നല്ലോണം ഇഷ്ടാ? എല്ലാവർക്കും നല്ലോണം ഇഷ്ടാ? ടീച്ചറെ കുറിച്ച് എന്താ പറയാനുള്ളേ? ഒന്നുമില്ലേ? നല്ല ടീച്ചറാണോ? ഓക്കെ. എന്തായാലും ഇവിടെ ഈ സാവിത്രി ടീച്ചർ കുട്ടികളോടൊപ്പം തന്നെ ചേർന്ന് ഒരു കുട്ടിയായി മാറിയിരിക്കുകയാണ്. ഈ ടീച്ചർക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് വിജയാശംസകൾ നേരുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.